ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം കൊച്ചിയിൽ ഫെബ്രുവരി 1 ആരംഭിക്കുകയാണ്. എന്താണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട? ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ സാഹചര്യത്തിലാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കൈവരിച്ച പരിമിതമായ നേട്ടങ്ങൾ പോലും അഭൂതപൂർവമായ തരത്തിൽ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രസങ്കല്പം തന്നെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടൊരു ആക്രമണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉയർന്നു വന്ന രാഷ്ട്രസങ്കല്പത്തിനു നേരെ, ജനങ്ങൾക്ക് നേരെ ഇപ്പോൾ അഴിച്ചുവിടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുതന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. ഇപ്പോൾ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ആരംഭിച്ച ഈ ആക്രമണത്തിനെതിരെ ആദ്യത്തെ ഫലപ്രദമായ ചെറുത്തുനിൽപ്പ് ഉയർന്നു വന്നത് ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ നിന്ന് തന്നെയാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. അത് പിന്നീട് ചെന്നൈ IIT വ്യാപിച്ചു. JNU, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എല്ലാം സമരമുഖങ്ങളായി മാറി. ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള, ഒപ്പം സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള വിശാലമായ സമരനിര, ചെറുപ്പക്കാരുടെ സമരനിര കെട്ടിപ്പടുക്കുക, എങ്ങനെ ആ സമരനിരയെ ഇതര ജനവിഭാഗങ്ങളുടെ ഒരു സമരനിരയുമായിട്ട് കണ്ണി ചേർക്കാം, ഇതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. ഇപ്പോൾ ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളവരെല്ലാം അതിനുതകുന്ന തരത്തിൽ ഇത്തരമൊരു ധാരണ രൂപപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ ഉള്ള ആളുകളെയാണ്. ഇപ്പോൾ JNU SU സമരം നടന്നപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലായിടത്തും ഞങ്ങൾ ഇടപെട്ടതാണ്. DYFI ഇടപെട്ടിരുന്നു. DYFI 13 യുവജന സംഘടനകളെ ദേശീയ അടിസ്ഥാനത്തിൽ ഒന്നിപ്പിച്ച് ഈ പ്രശ്നത്തിൽ യോജിപ്പിക്കാൻ നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സമ്മേളനത്തിൽ ഇവിടെ നിന്നെല്ലാമുള്ള പ്രതിനിധികൾ വരും. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, JNUവിൽ നിന്ന്, അതുപോലെ HCUവിൽ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ വരും. ധാബോൽക്കറുടെയും അതുപോലെ ഗോവിന്ദ് പൻസാരുടെയും മക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാധിക വെമുല ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ കോണ്ടെക്സ്റ്റിൽ ഒരു യോജിച്ച സമരനിര ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. Hi, we hope you loved our video. To get regular updates and notifications, kindly subscribe to our channel. Thank you for your support. Keep watching.